ഹൈ 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 നല്ല സ്മെല്ലടിക്കുന്നു. വടകം കാച്ചണം, വടകം വറക്കണു. വടകം വറക്കണം. കാച്ചി ഇനി അതും കൂടെ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാം. നല്ല മഴ കേട്ടോ പുറത്ത്. ഓ ഫേവറേറ്റ്. ഇവിടെ കുഞ്ഞാവ അവിടെ കാർട്ടൂൺ കഥകളൊക്കെ കണ്ടിരിക്കുകയാണ് അല്ലേ കുഞ്ഞാവേ? എന്താ കഥയൊക്കെ കണ്ടിരിക്കുക കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയും. ഹായ്, നമ്മളൊരു വെറൈറ്റി വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കണത്. ഇതിന് അധികം എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ മതി, നല്ല ഫ്രൈ ആയി കിട്ടും ചെയ്യും. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ക്രിസ്പി. അതെ, ക്രിസ്പി ആയിട്ട്. ഇന്ന് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ട്. മുരിങ്ങ ഉപ്പേരിയാണ് ഇന്ന് മുത്തശ്ശി വെച്ചിട്ടുള്ളത്. പിന്നെ പുളിങ്കറി കൂട്ടാനൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും മഴയൊക്കെ അല്ലേ, അപ്പൊ ഒരു ഫ്രൈ ആവാന്ന് വിചാരിച്ചു. ഈ ടൈപ്പ് വഴുതനങ്ങ ഒരു കത്തിരിക്ക പറയും തോന്നുന്നു അല്ലേ? ഒരു വട്ടം നമ്മള് എങ്ങോട്ട് പോകുമ്പോഴായിരുന്നു ഉണ്ടാക്കിണ്ടായിരുന്നു, റിസോർട്ടിക്ക് പോകുമ്പോ. എന്തോ ചോറിനൊപ്പം ഇത് ഉണ്ടാക്കിണ്ടായിരുന്നു. ഓർമ്മയില്ല. എന്നാ ചോറിന്റെ ഉപ്പേരിയാണോ? നമ്മൾ ഉപ്പേരിയല്ല ഉണ്ടാക്കിയ മോളു. ഫ്രൈ അമ്മുച്ചിട്ട ഉണ്ടാക്കിയത്. ആദ്യം അമ്മുച്ചിട്ട ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് നമുക്ക് ആദ്യം കടലമാവ് ഇതിൽ വറുത്തെടുക്കാം. വറുത്ത് പറഞ്ഞൊരു അപ്പൊ നമുക്ക് ആദ്യം ഗ്യാസ് കത്തിക്കാം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം ഒന്ന് പോണ വരെ ഗ്യാസിൽ വെക്കട്ടെ. ഇതെല്ലാം നമ്മളുടെ ഇൻഡസ് വാലി പ്രൊഡക്റ്റ് ആട്ടോ. അതെ, നമ്മളിത് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഡസ് വാലിന്റെ. നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ, വൈകാതെ ഇടാട്ടോ ആ വീഡിയോ. എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന വീഡിയോ. എന്നിട്ടാ ഇതിടുക. ശരിയാ, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ആ വീഡിയോ കണ്ട് എല്ലാവരും വാങ്ങേണ്ടവരൊക്കെ വാങ്ങൂ. നല്ല യൂസ്ഫുൾ ആണ്, എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെടും ചെയ്യും. അയ്യോ, അമ്മുവിനോട് ഞാൻ ഇടണ്ട പറഞ്ഞാണ് കേട്ടോ. അമ്മു നല്ല ആളാ, അമ്മ അത് കൊണ്ടുപോയിട്ടു. എന്നിട്ട് ഞാൻ കുറെ ചീത്തയും പറഞ്ഞു. അപ്പൊ നമ്മള് പാനൊക്കെ ചൂടായി കേട്ടോ. ഇനി നമ്മള് വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. എത്ര സ്പൂൺ ഇട്ടു അമ്മ? ഇപ്പൊ മൊത്തം 4 സ്പൂൺ അമ്മു. നല്ലൊന്ന് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കാം. ആ പച്ചമണൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വറുക്കണത്. അപ്പൊ നമ്മളിത് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടേ. ഇനിയൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് മാറ്റാം. വേണ്ട കുട്ടി, ഞാൻ നുറുക്കാം. ആളിന് ശരിയാവില്ല, അതാണ് കേട്ടോ. ആള് വേറെ അച്ചോൾക്ക് സഹായിച്ചെന്നാ മതിട്ടോ. ജീരകപ്പൊടി ഇടാം. ഇത് നമ്മള് ജീരകം പൊടിച്ചു വെച്ചതാണ് കേട്ടോ. ചെറിയ രീതിയിലേ പൊടിച്ചിട്ടുള്ളൂ, നൈസായിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം അതില്. ഞാൻ തുറന്നിടാം. ആള് തുറന്നുതരാ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അപ്പൊ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പൊ നമ്മള് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ഇനി കുറച്ച് ഉപ്പ്. ഗരം മസാല മാളുവിന് ഓർമ്മ. അപ്പൊ നമ്മള് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ കുറച്ച് പൊടി ഉപ്പും കൂടെ കേട്ടോ. എങ്ങനെയുണ്ട് നമ്മളെ ഉപ്പും പാത്രം? എല്ലാവർക്കും ഇഷ്ടമായോ? ഉപ്പ് ബോട്ടില് ഭംഗിയില്ലേ കാണാൻ? ഇതെന്താ അതിന്റെ സൗകര്യം എന്ന് വെച്ചാല് നമ്മള് ഉപ്പ് ഇപ്പൊ താഴെ വരെ കുറച്ചാണ്. അപ്പൊ നമുക്ക് ഏറ്റവും അടിയിൽ വരെ പോയിട്ട് നമുക്ക് ഇത് ഉപ്പെടുക്കാം. അതിനുള്ള നീക്കി കൊടുക്കാനുള്ള ഒരു സംഭവമാണ്. നമ്മള് പെരിന്തൽമണ്ണ നെസ്റ്റോ പോയപ്പോൾ അവിടുന്ന് വാങ്ങിയതാട്ടോ. 150 രൂപയുള്ളൂ. ഇതങ്ങനെ എടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വയ്ക്കും ചെയ്യാം. ഇതാ, പിന്നെ നമുക്ക് വഴുതനങ്ങ നുറുക്കാൻ ഇത് മിക്സ് ചെയ്യാം. ആദ്യം എല്ലാം കൂടെ മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മളിത് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ? ഇപ്പം എല്ലാം ഒരുപോലെ
മിക്സ് ചെയ്യണ നല്ല ഒരുപോലെ ഉപ്പും ഒക്കെ റെഡിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കിട്ടോ. ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കറക്കി കൊടുക്കാം. അപ്പം നല്ല നൈസായിട്ട് വരും, കട്ട കുത്തില്ല. എല്ലായിടത്തും മഴ ഉണ്ടോ? എല്ലാരും നാട്ടിലും മഴ ഉണ്ടെങ്കിൽ പറയണേ. മഴ ഉണ്ടാവും പോരും, ഇതെല്ലാടും ഉണ്ട് അല്ലേ? കല്യാണോ അമ്മ പറഞ്ഞേ? അതെയോ? പിന്നെ കണ്ണേട്ടൻ, ആ പിന്നെ അങ്ങനെ നല്ല വെയിലൊക്കെ അതെ. ഇവിടെ നല്ല മഴയുടെ ഇടവിട്ടുള്ള മഴകൾ അവിടെ. ഇന്നലെ ഒരു കാറ്റ് വന്നൂലേ? ഇന്നലെ അന്നത്തെ പോലെ ഉണ്ടായില്ല ഇല്ലേ മാളു? ആ അന്ന് അത്ര ഉണ്ടായിട്ടില്ല, ചെറിയ കട്ടുണ്ടല്ലേ? ചെറിയ രീതിയിൽ. അപ്പൊ നമ്മള് മിക്സിയില് ഇട്ടിട്ട് നമ്മളൊന്ന് തിരിച്ചു കൊടുത്താലേ കട്ടൊക്കെ റെഡി. നല്ല ഭംഗിയുള്ള പ്ലേറ്റ്. പ്ലേറ്റ് ഇഷ്ടായോ? ഇപ്പൊ വെക്കേഷൻ കഴിയേയില്ലേ? എല്ലാവർക്കും സ്കൂള് പോവാനായി. മാളുന്റെ വെക്കേഷൻ കഴിയേ. ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിരുന്ന ഒരു സാധനം എന്ത് ഇന്നലെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ടൊമാറ്റോ പൊട്ടറ്റോ ഫ്രൈ. ആ അത് നമുക്ക് ഉണ്ടാക്കാം, നാളെ ഉണ്ടാക്കാം. ആ സ്കൂൾ തുറക്കുമ്പോ ഉണ്ടാക്കാം. അപ്പൊ അതൊന്ന് പൊടിച്ചെടുക്കാം. അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് അമ്മ ഉണ്ടാക്കണതില് പൊട്ടറ്റോ ഫ്രൈ ആണല്ലേ? എന്താ ഉണ്ടാക്കി തരും. ഉണ്ടാക്കി തരും. അല്ല അമ്മുച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഉണ്ടായിട്ടുള്ളൂ. മറ്റേ മുമ്പുള്ള അമ്മുച്ചിട്ടന്ന് ഇല്ലാത്ത ദിവസമായിരുന്നു. ഇടയ്ക്ക് മാളൂന്, അതെ ഇടയ്ക്ക് മാളൂന് അതൊരു ഇതാണ്. രാവിലെ വന്ന അപ്പൊ ചോദിക്കും ഒന്ന് ഉണ്ടാക്കി തരുമോ ചോദിക്കും അല്ലേ? എളുപ്പമാണ്. അതെ എളുപ്പമാണ്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, കട്ട കിട്ടാതെ. അതെ കട്ടയാകുമ്പോ നമുക്കേ ഫ്രൈ ചെയ്യുമ്പോൾ ശരിയാവില്ല, അതാണ്. അപ്പോൾ നല്ല നൈസായി പൊടിഞ്ഞു. കാരണം വറുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഉണ്ട പിടിക്കും. അതെ അതാണ്. അതുകൊണ്ട് എന്തായാലും ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കേണ്ടി വരും. ഇതന്നൊരു ദിവസം നമ്മൾ ഉണ്ടാക്കിയില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഇഷ്ടായി. ഇത് അന്ന് നമ്മൾ കുറച്ചും കൂടെ ഓയിൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. അതെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോ ഒരു തുള്ളി ഓയിലേ വരുള്ളൂ. അതെ. അപ്പൊ നമുക്ക് വഴുതനങ്ങയൊക്കെ ഇനി നല്ല കട്ട് ചെയ്യാട്ടോ. 4 എണ്ണാണ് നമ്മൾ എടുത്തത്. ഫ്രൈ ആവുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഞാനിത് പെട്ടെന്ന് കേടാന്ന് വിചാരിച്ചു. ഞാനും ആദ്യം വിചാരിച്ചു കണ്ടപ്പോ. പറയാൻ പറ്റില്ലേ, ചിലപ്പോ നമുക്ക് കാണുമ്പോ നല്ലതാ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്കിനി ഇത് റൗണ്ടിൽ കട്ട് ചെയ്യാം കേട്ടോ. മാളൂര് നല്ല ഇഷ്ടമായിരുന്നു. മാള് നേരത്തെ തന്നെ നമ്മള് കത്തി മാറ്റി, ആ കത്തിയേ മൂർച്ച കുറവാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലപ്പൊടി ഉണ്ടല്ലോ, എല്ലാം കൂടെ മിക്സ് ചെയ്തത്, അതിലേക്ക് ഇങ്ങനെ ഓരോ വഴുതനങ്ങ നമ്മള് മുറിച്ച് വെച്ചത് ഇതിൽ നല്ലൊന്ന് മുക്കി എല്ലാവരും ഒന്ന് പെരട്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ഒരു 10 മിനിറ്റ് എങ്കിലും ഇങ്ങനെ വെക്കണം ശരിക്കും പറഞ്ഞ. അതെ ഇന്നിപ്പോ നമ്മള് 10 മിനിറ്റ് ഉണ്ടാവോ? നമ്മള് വേഗം ഫ്രൈ ചെയ്യും. അതെ ഊണ് കഴിക്കാൻ വൈകി, വിശക്കാൻ തുടങ്ങിയില്ലേ മാളു? ഒന്നാമതേ മഴക്കാലാകുമ്പോ നമുക്ക് പ്രത്യേകിച്ചും വിശപ്പാണ് കേട്ടോ. അതെ കൊറേ വിശക്കും. കൊറേ വിശക്കുന്നല്ല, നല്ല വിശക്കും. അതെ മഴയാവുകൊണ്ടാണ്. മഴ ഇല്ലെങ്കിൽ അങ്ങനെ വിശക്കൊന്നുമില്ല. നമ്മൾക്ക് ദാഹ കൂടുതൽ ഉണ്ടാവുക. വേനലാകുമ്പോ വെള്ളം കുറേ വേണ്ടു കുടിക്കാന്. ഇതൊക്കെ റെഡിയാക്കാം. നമുക്ക് അതിലേക്ക് മാറ്റി വെക്കാം അല്ലേ? ഇനി ഇതിൽ സ്ഥലം കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഇതിൽ നല്ല പെരട്ടി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. മാളുവാണ് സഹായിച്ചു തരുന്നത് അല്ലേ മാളു? മാളുവിന് പറ്റണ പണിയൊക്കെ ചെയ്തു തരുവേ കുറച്ചാൾക്ക്. ഒരാളെ കാർട്ടൂണ് കാണല, അല്ലെങ്കിൽ ഇങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോ അങ്ങോട്ട് വരും, വാശി പിടിക്കും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അത് വെച്ചു കൊടുത്തതാ.
ഇപ്പൊ ഫോൺ അങ്ങനെ കയ്യിൽ കൊടുക്കാറില്ല. കയ്യിലാകുമ്പോ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ കണ്ണിനൊക്കെ കേടല്ലേ. അപ്പൊ അമ്മുവിന്റെ ഒരു ഐഡിയ ആണ് ഇന്നത്തെ സ്റ്റാൻഡിൽ വെച്ച് കൊടുത്തത്. കാണാനിട്ട് ഞാൻ കൊണ്ടുവന്നു അപ്പൊ സ്റ്റാൻഡ് ആക്കി. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് സ്കൂൾ ഓപ്പൺ പറയരുതാമോ. ഇതാ അപ്പൊ മാളിപ്പോ എപ്പോഴും ചോദിക്കും, ആ ചോളൊന്ന് വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കി തരുമോ അറിയൂ അല്ലേ. ഇഷ്ടായാല് നല്ല ടേസ്റ്റ് ആണത്. വലുത് എന്താ വട്ടംല്ലേ. ഇത് നമ്മള് ഇങ്ങനത്തെ ഉണ്ട വഴുതനങ്ങയോടെ പറ്റുള്ളൂ ചെയ്യാൻ. നീളമുള്ളതുകൊണ്ട് പറ്റില്ല. ചെറുതല്ലേ. ഉണ്ട്. അതെ, ഇതാകുമ്പോ നമുക്ക് റൗണ്ടിൽ മുറിക്കാനേ. മറ്റോണ്ട് ചെയ്യാൻ പറ്റായല്ല, പക്ഷെ കൂടുതൽ നല്ല കാണാനൊക്കെ ഒരു ഭംഗി വേണമെങ്കിൽ ഇങ്ങനത്തെ റൗണ്ട് ഉണ്ട വഴുതനയാണ്. കുട്ടികൾക്ക് ഇപ്പൊ നോൺ ഐറ്റംസ് ഒന്നും അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കൊടുക്കാനുള്ളതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫ്രൈഡ് ആണെങ്കിലും നല്ലേ. പിന്നെ മസാല ഒക്കെ ഇതിൽ ചേർക്കണ്ടല്ലോ, അപ്പൊ കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും. അതിനനുസരിച്ച് എയർ ഫ്രയറിലും യൂസ് ചെയ്തിട്ട് ചെയ്യാട്ടോ. അതെ, ഒന്നത് അതിന്റെ അടിയിൽ കിടക്കുന്നു. അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം, കടായി വെക്കാം. അപ്പം നമ്മളെ കടായി നല്ല ചൂടായി. ഇനി നമുക്ക് കുറച്ച് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിനി കടായി നല്ല ചൂടായി. ഇനി നമുക്ക് എണ്ണ നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോഴാണ് ഇതിൻ്റെ വില അറിയണത്. അപ്പം എല്ലാവരും ഇതുപോലെ വാങ്ങിക്കോളൂ, സൗകര്യമാണ്. കണ്ടോ, നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴും സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല മുരിഞ്ഞ രീതിയിൽ കിട്ടും. അപ്പം നമ്മൾ സ്പ്രേ ചെയ്ത വെളിച്ചെണ്ണ എല്ലായിടത്തേക്കും ആയില്ലേ നോക്കണ്ട. അതുപോലെ ഒന്ന് എല്ലായിടും ഒന്ന് റൗണ്ടാക്കി കറക്കി കൊടുക്കുക. അപ്പം എല്ലായിടും എത്തും കേട്ടോ. ഇനി നമുക്ക് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ വഴുതനങ്ങയുടെ ഇതിലേക്ക് വെച്ചെടുക്കുക. അയ്യോ, എൻ്റെ കൈയൊന്ന് പൊള്ളി. ഇത്ര മതി നമുക്ക്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിൽ ചെയ്യാം. ഒരു കുഞ്ഞിനും കൂടെ വെക്കാം. നല്ലൊന്ന് ഫ്രൈ ആവട്ടെ. നമ്മൾ കുറച്ച് എണ്ണ മേലെയും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല ഫ്രൈ ആയി വരൂ. ഇനി കുറച്ച് സമയം അങ്ങനെ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടൊക്കെ അപ്പം നമ്മളെ ഫ്രൈ ഒക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം ഒരുമിച്ച് ഫ്രൈ ആക്കിയ ശേഷം കാണിക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അതെ, ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുള്ളി എണ്ണ സ്പ്രേ ചെയ്യാം. എണ്ണ സ്പ്രേ ചെയ്യാം. നമ്മൾ ഒരു സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് അമ്മ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. This is mean fry. അപ്പൊ നമ്മളെ വഴുതനങ്ങ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടോ. അതെ, നമുക്ക് ഊണ് കഴിക്കാം അല്ലേ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ.